നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ നടന്ന മത്സരത്തിൽ തകർപ്പൻ വിജയമാണ് വമ്പന്മാരായ ചെൽസി സ്വന്തമാക്കിയിട്ടുള്ളത്. എതിരില്ലാത്ത 6 ഗോളുകൾക്കാണ് എവേർട്ടനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. 6 ഗോളുകളിൽ 4 ഗോളുകളും സ്വന്തമാക്കിയ കോൾ പാൽമറാണ് ഈ മത്സരത്തിൽ ചെൽസിക്ക് വേണ്ടി തിളങ്ങിയിട്ടുള്ളത്. 29 മിനിറ്റുകൾ പൂർത്തിയാക്കുമ്പോൾ തന്നെ പാൽമർ ഹാട്രിക്ക് തികച്ചിരുന്നു. 13, 18, 29 മിനിറ്റുകളിലാണ് അദ്ദേഹം ഗോൾ നേടിയത്. പിന്നീട് 64-ാമത്തെ മിനിറ്റിൽ ഒരു പെനാൽറ്റി ഗോൾ അദ്ദേഹം സ്വന്തമാക്കുകയും ചെയ്തു. നിക്കോളാസ് ജാക്സൺ 44-ാമത്തെ മിനിറ്റിൽ ഒരു ഗോൾ നേടി. 90-ാമത്തെ മിനിറ്റിൽ ഗിൽക്രിസ്റ്റ് കൂടി ഗോൾ നേടിക്കൊണ്ടാണ് ഈ ഒരു ഗോൾ പട്ടിക പൂർത്തിയാക്കിയിട്ടുള്ളത്. എന്നാൽ ഈ മത്സരത്തിനിടെ വളരെ വിവാദകരമായ ഒരു സംഭവം ചെൽസി താരങ്ങൾക്കിടയിൽ നടന്നിട്ടുണ്ട്. അതായത് മത്സരത്തിന്റെ 64-ാമത്തെ മിനിറ്റിലാണ് പെനാൽറ്റി ലഭിക്കുന്നത്. ഈ പെനാൽറ്റി ആര് എടുക്കണം എന്ന കാര്യത്തിൽ ചെൽസി താരങ്ങൾക്കിടയിൽ തന്നെ തർക്കമുണ്ടാവുകയായിരുന്നു. ആദ്യം നിക്കോളാസ് ജാക്സണും അതുപോലെ തന്നെ നോനി മദുവേക്കയും തമ്മിലാണ് തർക്കമുണ്ടായത്. രണ്ടുപേരും ഒരുപാട് സമയം വാഗ്വാദത്തിൽ ഏർപ്പെടുന്നുണ്ട്. വാഗ്വാദത്തിനൊടുവിൽ മറ്റു താരങ്ങൾ ഇവരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. തിയാഗോ സിൽവ ഉൾപ്പെടെയുള്ളവർ ഇതിൽ ഇടപെടുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ നോനി മദുവേക്ക ഈ ഒരു പെനാൽറ്റി എടുക്കും എന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. അങ്ങനെ പെനാൽറ്റി എടുക്കാൻ പോകുന്ന സമയത്താണ് കോൾ പാൽമറുടെ ഒരു രംഗപ്രവേശനം. അദ്ദേഹം ഉടൻ തന്നെ നോനി മദുവേക്കയോട് തർക്കിച്ചുകൊണ്ട് ഈ ഒരു പന്ത് എടുക്കുകയായിരുന്നു. ആ സമയത്ത് നോനി മദുവേക്കയെ പിന്തുണച്ചുകൊണ്ട് നിക്കോളാസ് ജാക്സൺ വരുന്നതൊക്കെ നമുക്ക് കാണാം. നേരത്തെ അടിപിടി കൂടിയവരായിരുന്നു അവർ. എന്തായാലും ഏറ്റവും ഒടുവിൽ കോൾ പാൽമർ ആണ് പെനാൽറ്റി എടുത്തത്. അദ്ദേഹം അത് ഗോളാക്കുകയും ചെയ്തു. 3 താരങ്ങളാണ് പെനാൽറ്റിക്ക് വേണ്ടി തർക്കിച്ചത്. ഗല്ലഗറും തിയാഗോ സിൽവയും ഒക്കെ ഇവരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നതൊക്കെ ആ ഒരു വൈറലായ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇനി പെനാൽറ്റിക്ക് വേണ്ടി സ്വന്തം താരങ്ങൾക്കിടയിൽ തന്നെ തർക്കമുണ്ടാകുന്നത് ഫുട്ബോൾ ലോകത്തെ ആദ്യ സംഭവമൊന്നുമല്ല. ഒരുപാട് തവണ ഇതിനു മുൻപ് ഇങ്ങനെയൊക്കെ വിവാദങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് PSG-യിൽ നടന്ന 2 വിവാദങ്ങളാണ്. അതിൽ നെയ്മർ ജൂനിയറും കവാനിയും മുൻപ് പെനാൽറ്റിക്ക് വേണ്ടി ഇങ്ങനെ പരസ്പരം തർക്കത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. അത് നെയ്മർ ജൂനിയർ PSG-യിലേക്ക് വന്ന ആ ഒരു സമയത്തായിരുന്നു. പിന്നീട് ഏറ്റവും ഒടുവിൽ PSG-യിൽ വിവാദങ്ങൾ സൃഷ്ടിച്ചത് പെനാൽറ്റി ഗേറ്റ് വിവാദമാണ്. അതായത് കിലിയൻ എംബപ്പയും നെയ്മർ ജൂനിയറും പരസ്യമായി പെനാൽറ്റിക്ക് വേണ്ടി തർക്കിച്ചിരുന്ന ഒരു സംഭവം നമ്മൾ എല്ലാവരും കണ്ടതാണ്. അത് പിന്നീട് വലിയ രൂപത്തിൽ പെനാൽറ്റി ഗേറ്റ് വിവാദം എന്ന രൂപത്തിൽ വലിയ രൂപത്തിൽ ചർച്ചയായി എന്നുള്ളതാണ്. ഏതായാലും ഒരിക്കൽ കൂടി ഇത്തരത്തിലുള്ള പെനാൽറ്റിക്ക് വേണ്ടിയുള്ള തർക്കം ഫുട്ബോൾ ലോകത്ത് നിന്നും പുറത്തേക്ക് വന്നിരിക്കുകയാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.